അകത്തെ മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവാരൂപനായി, ദൈവത്തിന്റെ അതേ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം ഒരു പുതിയ സൃഷ്ടി, ദ ന്യൂ ക്രിയേഷൻ, പഴയതെല്ലാം മാറിപ്പോയി. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. ഞാൻ പറഞ്ഞു വരുന്നത് is a limitless possibility which is already in you. അതറിയണം. മനസ്സിന്റെ ചിന്താഗതികൾ മാറ്റുക, ലോകത്തിന്റെ ചിന്താഗതികൾ അല്ലാതെ ദൈവരാജ്യത്തിന്റെ ആ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പുതിയ സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ്? കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അപ്പം വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്താ? എബ്രായർക്ക് എഴുതിയ 11:1, വിശ്വാസം എന്നോ അകത്ത് ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ അത് അവിടെ ഉണ്ട്. അപ്പം പുതിയ സൃഷ്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ ദൃശ്യലോകമല്ല. ഈ ദൃശ്യലോകം ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി അൺസീൻ പവർഫുൾ വേൾഡ്. നിങ്ങൾ എന്നോട് ചോദിക്കുക എന്തൊക്കെയാ, ഏതാ പവർഫുൾ എന്ന് ചോദിച്ചാൽ ഈ അദൃശ്യ ലോകം. അതാ യേശു ക്രിസ്തുവിൽ സകല അനുഗ്രഹത്താലും സ്പിരിച്വൽ റെൽമിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയാം.